റെഡി. ഞാൻ സെഞ്ചുറി അടിക്കാൻ പോവുകയാണ്. കമാൺ, എറിഞ്ഞു. അവളെ ഒന്ന് മാറി നിൽക്കാൻ പറയാ. ഇനി മോളെ നീ അങ്ങോട്ട് മാറി നിന്ന് കളിക്കേ. കമാൺ, റെഡി. ഒരു സിഗ്നേച്ചർ. ഈ അച്ഛന് ഒരു ശ്രദ്ധയില്ല. ആ ബാറ്റിംഗ് തന്നെ അച്ഛന് ബൗൾ ചെയ്താൽ മതി. റെഡി റെഡി, ഇതാ വരുന്നു. ഇട്ടോ, നമുക്ക് നിർത്താം വിടാം. അച്ഛൻ ഒരു പ്രാവശ്യം ബൗൾ ചെയ്താൽ മതി. എന്റെ അച്ഛനല്ലേ. ഇതാ ഇപ്പോൾ ബാറ്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ അഭിമാനമായ സുനിൽ ഗവാസ്കറാണ്. ഫാസ്റ്റ് ബോളർ ബോയ്ക്കോട്ട് ബൗൾ ചെയ്യാൻ പോകുന്നു. ഓടിയകത്ത്. പിന്നെ ഞാൻ വിക്കറ്റ് കീപ്പറാണ്. റെഡി. മോനെ സൂക്ഷിച്ചോണം. മോൾ അവിടെ നിന്ന് മാറി നിൽക്ക്. ബിജു പിൻബോളാണ്, സൂക്ഷിക്കണം. അച്ഛനറിയുന്നേ. ഏർ വരാൻ പോവുകയാണ്. വിക്കറ്റ് എല്ലാം ഊട്ടിഞ്ഞ് തകരാൻ പോവുകയാണ്. ഈ അച്ഛനെ കൊണ്ട് ഒന്നും നടക്കത്തില്ല. അച്ഛനും ബിജുമോനെയും കാപ്പി കുടിക്കാൻ വിളിക്കും. അവരവിടെ ക്രിക്കറ്റ് കളിക്കുക. രാവിലെ ചെറുക്കന്റെ കൂടെ കളിക്കാൻ ഇറങ്ങിയോ? പോയി വിളിച്ചോണ്ട് വാ. ശരി അമ്മേ. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞേ വരുന്നുള്ളൂ. എടാ മോനെ, അമ്മ വിളിക്കുന്നു. എപ്പോഴും കളിക്കാൻ തുടങ്ങുമ്പോഴേ ഒരു കാപ്പി കുടി. നീ എവിടെ പോയിരിക്കുക? എന്തെങ്കിലും ഉണ്ടെ വേഗം കൊണ്ടുവന്നേ. ഞാൻ അച്ഛനെ വിളിക്കാൻ പോയതാ. അങ്ങേരെ ചെറുക്കൻ്റെ കൂടെ തുള്ളാൻ പോയിരിക്കുക. വരാൻ താമസിക്കും. എനിക്ക് വിശക്കുന്നു. എന്തൊരു ധൃതിയാ. നിനക്കറിയത്തില്ലയോ ഞാൻ എല്ലാ കാര്യത്തിനും അല്പം ഫാസ്റ്റ് ആണെന്ന്. അവര് വരുന്നു. ഇന്ന് അച്ഛനും മോനോടെ കളിച്ചിട്ട് ആര് ജയിച്ചു? ഞാൻ ജയിച്ചു. ചേച്ചി, ഇന്നത്തെ സ്കോർ എത്രയാണെന്നോ? ബോയ്ക്കോട്ടിന്റെ ഒറ്റ ബോളിന് ഗവാസ്കർ സെഞ്ചുറി എടുത്തിരിക്കുന്നു. കളി ഗംഭീരമായിരുന്നു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഗെയിം. ഇല്ലേടാ മോനെ? ചുമ്മാ കള്ളം പറയാതെ. ഇന്നത്തെ കളി ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു. എന്റെ പൂച്ചെണ്ടുകൾ. നിങ്ങൾ വഴക്കിടാൻ തുടങ്ങിയോ? മോഹൻ എത്ര നേരമായി കാത്തിരിക്കുന്നു. മോഹനിരുന്ന് മുഷിഞ്ഞു കാണും. അവൻ ഇഡ്ഡലി കൊടുക്കുക. എന്നൊരു ഇഡ്ഡലി. ഈ അമ്മയ്ക്ക് വേറെ ഒന്നും ഉണ്ടാക്കാറിയില്ല. ഇത് ക്രിക്കറ്റ് കളിക്കാൻ കൊള്ളാം. മോൻ ഏത്തയ്ക്കാ പുഴുങ്ങിയത് കൊടുത്തില്ലേ? ഇവിടെ ആർക്കും ഒരു സ്പെഷ്യലും ഇല്ല. എന്താ എല്ലാരും കഴിക്കുന്നത് സാറിന് ഇറങ്ങത്തില്ലായിരിക്കും. അവന്റെ മോന്ത ഉണ്ടില്ലേ? ഗണപതിക്ക് ഇഷ്ടപ്പെട്ട വല്ലതും കൊടുക്കമ്മേ. ആരാടി ഗണപതി? ചക്കയുടെ ചവണി കിട്ടിയാലും അവൾ തിന്നോളും. ചക്കയാണെന്നും പറഞ്ഞു. അവളുടെ വയറ് കണ്ടില്ലേ? ഇത് കേട്ടോ അച്ഛ പറയുന്നത് കേട്ടില്ലേ? എടാ നാളെ സൺഡേ ആണ്. നമുക്ക് പിക്നിക്കിന് പോകണ്ടേ? ഇങ്ങനെ വഴക്കിട്ടാൽ ഞാൻ ആരെയും കൊണ്ടുപോകില്ല. ശരി അച്ഛ, വഴക്കിട്ടില്ല. ഇങ്ങനെ പിള്ളേരെ വഷളാക്കുന്ന ഒരു മനുഷ്യൻ. ബിജു ഒന്നതാടാ. അങ്ങനെ ബിജു ഒന്നതാ. ബിജു ഞാനൊന്ന് പറത്തട്ടെ. ബിജു എന്റെ പട്ടം എറിഞ്ഞു വീഴ്ത്തല്ലോ. എടാ ഒന്നതാ. തന്നില്ലെങ്കിൽ ഇപ്പൊ എറിഞ്ഞു വീഴ്ത്തേ. ചുമ്മാ ഇരിക്കടി. ഒരു അടി വെച്ചെന്നുണ്ടല്ലോ. പട്ടം പറത്തിൽ ഇപ്പൊ ഞാൻ നിർത്തി തരാടാ. ഞാൻ തടഞ്ഞ അടിക്കണ്ടേ? ഞാൻ അച്ഛനോട് പോയി പറയല്ലോ. പോയി പറഞ്ഞിട്ട് വാ. അച്ഛോ ബോറടിക്കുന്നു. അച്ഛോ മോള് പോയി എന്തെങ്കിലും കളിക്കും. എന്ത് കളിക്കാനോ? അച്ഛാ, ഒരു പുതിയ ഗെയിം ഞങ്ങൾ സ്കൂളിൽ കളിച്ചതാ. എല്ലാരും വേണം. ചേട്ടാ, ബിജു, ചേച്ചി, അച്ഛാ അച്ഛൻ ബേറ്റർ തരൂ. ഇതാ ഈ നറുക്ക് എല്ലാവരും എടുക്കണം. എന്നിട്ട് ഇതിൽ എഴുതിയിരിക്കുന്നത് പോലെ എല്ലാവരും ചെയ്യണം. ആദ്യം ഞാൻ തന്നെ. ആരും വായിക്കണ്ട, ഞാൻ വായിക്കാം. ഒരു കൈയും കാലും ഉയർത്തി നടക്കണം. ആ ചെല്ല്. അടുത്തത് രേഖ തരൂ. തവളയെപ്പോലെ ചാടുക. കൊടുക്ക്. റോക്ക് ആൻഡ് റോൾ ആടണം. എനിക്ക് പറഞ്ഞ പറ്റില്ല.
കുരങ്ങിനെ പോലെ ചേഷ്ടകൾ കാണിക്കുക. ഞാനില്ല അത് പറ്റില്ല, നിയമം അനുസരിച്ച് പറ്റില്ല. അതൊക്കെ ചേട്ടനിക്ക്. അതൊന്നും പറ്റില്ല. അമ്മ, എനിക്ക് ഞങ്ങളെ അത് പറ്റില്ല. അമ്മ, എനിക്ക് അമ്മേ, എനിക്ക് എഴുന്നേറ്റ് കാണിക്കൂ. ഓക്കെ 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 ആ, കടി മോളെ. എന്നാ സൈലൻസ്. റാണി കൂൾ കൂൾ, റാണി കൂൾ കൂൾ. നിങ്ങളൊക്കെ കാണിച്ചപ്പോ ഞാൻ കൂവിയോ? നോക്കുന്നു. അമ്മ എങ്ങനെ കളിയാക്കുന്നത് തെറ്റല്ലേ? റാണി ഇനി അച്ഛന്റെ നറുക്ക് വായിക്കണം. ആ, വായിക്കാം. പാട്ട് പാടണം. മക്കളെ, എനിക്ക് പാടാൻ അറിയില്ല. അത് പറ്റില്ല, അച്ഛൻ പാടി തന്നെ. അത് പറ്റില്ല, പാടിയച്ഛ. പാടിക്ക്. പാടുന്നു. ശരി, പാടിക്കളയാം. പ്ലാന്റേഷൻ ലേബേഴ്സ് സ്ട്രൈക്ക് തുടരുകയാണ്. എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഐ ഡി റിപ്പോർട്ട്. മുൻകരുതൽ എന്ന നിലയിൽ ഒരു കോണ്ടിജൻസി അങ്ങോട്ട് അയക്കും. ഇളമ്പള്ളൂർ കാവിൽ 10 ദിവസത്തെ ഉത്സവമാണ്. സ്റ്റേഷൻ പോലീസ് അവിടെ ഡ്യൂട്ടിയിലാണ്. ഓഹോ, റിസർവിൽ നിന്നും കുറെ ആളുകൾ നമുക്ക് ആവശ്യപ്പെടാം. സർ. പിന്നെ നമ്മുടെ ഭാഗത്തു നിന്നും ബലപ്രയോഗം ഉണ്ടാകരുത്. സർ. സോറി. യെസ്, കമ്മീഷണർ ഹിയർ. യെസ് സർ. സർ, എന്ത്? കൊള്ളക്കാരുടെ ആക്രമണം ഉണ്ടാകുമെന്നോ? ഞാൻ നോക്കിക്കൊള്ളാം. കൊള്ളക്കാരെ പിടിക്കാൻ പോകുന്നു. അതിന് പോലീസുകാർ പോയാ പോരെ? എനിക്കും പോലീസിലാണ് ജോലി. നിങ്ങൾക്കെല്ലാം നിസ്സാരമാണ്. കൊള്ളക്കാരെന്തും ചെയ്യാൻ മടിക്കാത്തവരാ. കമ്മീഷണർ രാജശേഖരൻ തമ്പിയുടെ നേതൃത്വത്തിലാണ് സ്പെഷ്യൽ പോലീസ് നിയമിച്ചിരിക്കുന്നത്. മിസ്സിസ് തമ്പി പോകരുതെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞോട്ടെ? ഇവിടെ നിങ്ങൾ ഒരു കമ്മീഷണറേ ഉള്ളൂ? അല്ല, വേറെയുമുണ്ട്. അവർക്കും എന്നെപ്പോലെ ഭാര്യയും മക്കളുമുണ്ട്. പ്രഭേ, നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ യൂണിഫോം എന്ന് ധരിച്ചോ അന്ന് മുതൽ ഞാൻ മാത്രമല്ല, എന്റെ കുടുംബാംഗങ്ങൾ വരെ എന്തും നേരിടാൻ തയ്യാറായിരിക്കും. ഒന്നും അറിയാത്ത പാവപ്പെട്ട ഗ്രാമീണരെയാണ് അവർ കൊള്ളയടിച്ചും കൊലപ്പെടുത്തിയും നശിപ്പിക്കുന്നത്. അവരെ വെറുതെ വിടണമെന്നാണോ നീ പറയുന്നത്? ഞാൻ ഈ നാടിന്റെ ഒരു എളിയ സേവകനാണ്. ഓരോ മനുഷ്യന്റെയും സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ ഞാൻ കടപ്പെട്ടവനാണ്. അതിനാപത്താണെന്ന് കണ്ടാൽ സ്വന്തം ജീവൻ കൊടുത്തും കടമ നിർവഹിക്കാനുള്ള ബാധ്യത എനിക്കില്ലേ? എന്തോ എനിക്കൊരു ഭയം തോന്നിയതുകൊണ്ട് പറഞ്ഞു പോയതാ. ആ, പിന്നെ മോഹൻ നിങ്ങളോടൊപ്പം വരുന്നുണ്ടോ? ഇല്ല, നീ ഭയപ്പെടാതിരിക്കുക.